പ്രിയപ്പെട്ട കുട്ടികളെ 2020 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണിത് ഇംഗ്ലീഷിൻ്റെ. അപ്പോൾ നമുക്കൊന്ന് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. 13 റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. പിങ്കള വാസ് ടോക്കിംഗ് വിത്ത് ഹിസ് ഫ്രണ്ട്സ്. സഡൻലി he got a paper from the floor. It was written by the minister. He read the heading. There were 12 letters, but it was not clear what would be the 12 letters. But it was not clear what would be the 12-letter word written by the minister. പിങ്കള ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തറയിൽ കിടന്ന് ഒരു കടലാസ് കഷ്ണം കിട്ടി. അതിനകത്ത് മിനിസ്റ്റർ എഴുതിയ ഒരു 12 അക്ഷരമുള്ള ഒരു വേർഡാണ്. അതിനകത്ത് 12 അക്ഷരമുള്ള ഒരു വേർഡാണ് അതിൻ്റെ ഹെഡിങ്. അപ്പോൾ ആ ഹെഡിങ് വായിച്ച് നോക്കിയപ്പോൾ അത് ക്ലിയർ അല്ല. അതെന്താണെന്ന് നിങ്ങളോട് കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ 12 ലെറ്റർ വേർഡിൻ്റെ ആദ്യത്തെ അക്ഷരം അവസാനത്തെ അക്ഷരം തന്നിട്ടുണ്ട്. വേർഡ് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ വേർഡ് നിങ്ങൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാനിത് പറയുവാണ്. അനൗൺസ്മെൻറ്റ് എന്നാണ് ഈ വേർഡ്. ഇതിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ ടീച്ചർ എഴുതി അയച്ചു തരുന്നുണ്ട് കേട്ടോ. അനൗൺസ്മെൻറ്റ്. അപ്പോൾ വേർഡ് പഠിച്ചു വയ്ക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. റീഅറേഞ്ച് ദ ഫോളോയിങ് വേർഡ്സ് ആൻഡ് മേക്ക് മീനിങ്ഫുൾ സെൻറ്റൻസസ്. ഇത് സാധാരണ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ടോയ്സ്, ചൈൽഡ്, ദ, ഫാസിനേറ്റഡ്, വാസ്, ബൈ. ഇത് മീനിങ്ഫുൾ സെൻറ്റൻസ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതും 4ാമത്തെ പാഠത്തിൽ നിന്നുള്ളതാണ്. ഈ സെൻറ്റൻസ് വരുന്നത് ഇങ്ങനെയാണ്. ചൈൽഡ് വാസ്, ഇവിടെ ചൈൽഡ് വാസ് ഫാസിനേറ്റഡ് ബൈ ദ ടോയ്സ്. 4ാമത്തെ പാഠത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്, ഒരു സെൻറ്റൻസാണിത്. ചൈൽഡ് വാസ് ഫാസിനേറ്റഡ് ബൈ ദ ടോയ്സ്. ആ കുട്ടി കളിപ്പാട്ടങ്ങൾ കണ്ട് ആകർഷിക്കപ്പെട്ടു എന്നാണ്. അടുത്തത് മാച്ച് ദ ഫോളോയിങ്. ബൊക്കെ. ഏതാ ബൊക്കെ? ഫ്ലവർ അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബൊക്കെ എന്ന് പറഞ്ഞാൽ പൂച്ചെണ്ടാണ്. അടുത്തത് സീഡ്, സ്പ്രൗട്ട് മുളയ്ക്കുക, വിത്ത് മുളയ്ക്കുക. കൾട്ടിവേഷൻ, ഫാർമർ. അടുത്തത് മേക്ക് എ മീനിങ്ഫുൾ വേർഡ് ഫ്രം ദ ഗിവൺ ലെറ്റേഴ്സ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടില്ല, 3ാമത്തെ പാഠത്തിൽ നിന്നുള്ളതാണ്. സെർവൻറ്റ് എന്നാണ് ഈ വേർഡ്, സെർവൻറ്റ്. അടുത്തത് ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഏതാ വേർഡ്? ലോഞ്ച്ഡ് എന്നാണ് വേർഡ്. അതിൻ്റെ സ്പെല്ലിങ്, കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ് ഏതാണെന്ന് കണ്ടുപിടിച്ച് എഴുതുക. ഇതാണ് കറക്റ്റ് സ്പെല്ലിംഗ്. LAUNCHED. അപ്പോൾ വേർഡ്സിൻ്റെ സ്പെല്ലിംഗ് എല്ലാം പഠിച്ചു വെച്ചോളണം, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാകും. അടുത്തത് ഐവാൻ വാസ് നൗ എ കിങ്. ഐവാൻ എന്ന് പറയുന്നത് 3ാമത്തെ പാഠത്തിലെ ഒരു കഥാപാത്രമാണ്. ഹി വാസ് വെരി മച്ച് ഹാപ്പി ടു സീ ഹിസ് ഫ്രണ്ട് നൈറ്റിംഗേൽ അഗെയിൻ. നൈറ്റിംഗേൽ, ഈ വേർഡ് നിങ്ങൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തപ്പോൾ കണ്ടു അല്ലേ? രാപ്പാടി കുയിൽ, അതാണ് നൈറ്റിംഗേൽ എന്ന് പറയുന്നത്. ഈ ഐവാൻ്റെ ഫ്രണ്ടാണ് ഈ നൈറ്റിംഗേൽ. അപ്പോൾ ആ നൈറ്റിംഗേലിനെ വീണ്ടും കണ്ടപ്പോൾ ഐവാൻ വളരെ സന്തോഷമായി. ഹി വെൻറ്റ് ഔട്ട്സൈഡ് ദ പ്ലേസ് ആൻഡ് ഓർഡേർഡ് ഹിസ് സെർവൻറ്റ്സ് ടു മേക്ക് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. അവൻ്റെ വേലക്കാരോട് ഒരു മനോഹരമായ ഗാർഡൻ ഉണ്ടാക്കാൻ പറഞ്ഞു. ഐവാൻ സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് ഹിസ് ഡ്രീം ഗാർഡൻ. ഡിസ്ക്രൈബ് ദ ഗാർഡൻ. അപ്പോൾ ഗാർഡൻ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഗാർഡൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഗാർഡൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഏതാ? പാലസിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതി. പിന്നെ നമ്മൾ നേരത്തെ ഓണസ്റ്റി ഷോപ്പിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ പല ഡിസ്ക്രിപ്ഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അതിനകത്ത് അത് തുടങ്ങുന്ന സമയത്ത് നോക്കിയേ, ഇവിടെ നമ്മൾ ഈ പാലസിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതിയേക്കണം. നോക്കി എങ്ങനെയാണ് അത് തുടങ്ങിയേക്കണത്? ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പാലസ്. കണ്ടോ, ഇത് മനോഹരമായ ഒരു പാലസാണ് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ പാലസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കാണുന്നതെന്ന് നമ്മൾ വിശദീകരിച്ച് എഴുതി. എന്നിട്ട് അവസാനം എന്ത് എഴുതിയേക്കണം? ലാസ്റ്റ് സെൻറ്റൻസ് നോക്കി, വൗ വാട്ട് എ മാർവലസ് സീൻ എന്ന് എഴുതിയിട്ട് ഒരു ആശ്ചര്യചിഹ്നമൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ? എന്ത് ആശ്ചര്യജനകമായ കാഴ്ചയാണ് എന്ന് എഴുതിയാണ് നമ്മൾ അവസാനിപ്പിച്ചത്.
അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, തുടക്കത്തിലും അവസാനത്തിലും ബ്യൂട്ടിഫുൾ, മാർവലസ് അല്ലെങ്കിൽ വണ്ടർഫുൾ, ലവ്ലി ഇങ്ങനെ മനോഹരമായ എന്നർത്ഥം വരുന്ന വേർഡ്സൊക്കെ ഉപയോഗിച്ച് നമുക്കത് വളരെ മനോഹരമായൊരു സീനാണെന്നൊക്കെ ആദ്യം അവസാനമൊക്കെ എഴുതണം, എന്നാലേ നല്ല മാർക്ക് കിട്ടുള്ളൂ. അതുപോലെ വെറൈറ്റി ഓഫ് സെൻറ്റൻസ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് പാലസിൻ്റെ ഗാർഡൻ നമ്മൾ എഴുതിയ പാലസിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ എഴുതിയതാണ്. അതുപോലെ തന്നെ നമ്മൾ വേറൊരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഗാർഡൻ്റെ തന്നെ എഴുതിയത് ഒന്നുകൂടി നോക്കാം നമുക്ക്. ഇതേ നോക്കിയേ, ഗാർഡൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ നേരത്തെ എഴുതിയത്, ദ ഗാർഡൻ ഇൻ മൈ ഡ്രീം ഈസ് എ വണ്ടർഫുൾ ഗാർഡൻ. കണ്ടോ, ഇത് വളരെ അത്ഭുതകരമായ ഒരു ഗാർഡനാണ് എൻ്റെ സ്വപ്നത്തിൽ ഉള്ളത് എന്നും പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത്. എന്നിട്ട് അതിനകത്ത് എന്തൊക്കെയാണ് കാണുന്നത്, പിന്നെ എഴുതി നമ്മൾ ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. കണ്ടോ, അവിടെ വണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ എന്നൊക്കെ ചേർത്ത് എഴുതിയിട്ടാണ് പിന്നെ ഗാർഡനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കാണുന്നത്, എന്തൊക്കെയാണുള്ളതെന്ന് എഴുതി. അവസാനം നമ്മൾ എന്ത് എഴുതിയേക്കണേ, ലാസ്റ്റ് സെൻറ്റൻസ് നോക്കിയേ, വൗ വാട്ട് എ ലവ്ലി പ്ലേസ്, എന്ത് മനോഹരമായ സ്ഥലമാണ്. അവിടെ നമ്മൾ ആശ്ചര്യചിഹ്നമൊക്കെ ഇട്ട് എഴുതി. ഇങ്ങനെയൊക്കെ എഴുതി കഴിയുമ്പോഴാണ് നമുക്ക് നല്ല മാർക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ഓണസ്റ്റി ഷോപ്പിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതിയത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കിയത് നമ്മൾ നേരത്തെ എഴുതിയ ഓണസ്റ്റി ഷോപ്പിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. ഇവിടെ നമ്മൾ എങ്ങനെയാണ് തുടങ്ങിയേക്കുന്നത്, ദിസ് ഈസ് ദ പിക്ചർ ഓഫ് ആൻ ഓണസ്റ്റി ഷോപ്പ്. കണ്ടോ, ഇവിടെ നമ്മൾ ദിസ് ഈസ് ദ പിക്ചർ ഓഫ് ആൻ ഓണസ്റ്റി ഷോപ്പ് എന്ന് തുടങ്ങിയത് നമുക്ക് അതിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്, ചിത്രം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പടം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് തുടങ്ങേണ്ടത്, ദിസ് ഈസ് ദ പിക്ചർ ഓഫ് എന്ന് പറഞ്ഞിട്ട് എന്തിൻ്റെ പിക്ചറാണെന്ന് എഴുതുക. എന്നിട്ട് നമുക്ക് എഴുതാം ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ വണ്ടർഫുൾ പിക്ചർ എന്നൊക്കെ എഴുതിയിട്ട് പിന്നെ അതിനകത്ത് എന്തൊക്കെയാണ് കാണുന്നതെന്നൊക്കെ നമുക്ക് എഴുതാം. ഇവിടെ നമ്മൾ ഇതിൻ്റെ അവസാനം എന്താ എഴുതിയേക്കണത്, ഇറ്റ് ഈസ് എ വണ്ടർഫുൾ ഷോപ്പ് എന്നൊക്കെ എഴുതിയിട്ടാണ് നമ്മളിത് അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബ്യൂട്ടിഫുൾ, വണ്ടർഫുൾ, ലവ്ലി, മാർവലസ് എന്നൊക്കെ മനോഹരമായ ചിത്രങ്ങളാണ് എങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ എഴുതാം. ഇനി പേടിപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് നമുക്ക് തന്നേക്കണമെങ്കിലോ, ഇറ്റ് ഈസ് എ ഹോറിബിൾ പിക്ചർ, നമ്മൾ ഹോറിബിൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഭയാനകമായ. ഇറ്റ് ഈസ് എ ഹോറിബിൾ സീൻ, അങ്ങനെയൊക്കെ നമുക്ക് അവസരത്തിനനുസരിച്ച് എഴുതിയിട്ട് ഈ ഡിസ്ക്രിപ്ഷൻ നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഇനി നമുക്ക് 2019 ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. 13ാമത്തെ ചോദ്യം, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് സോൾവ് ദ പസിൽ. സോൾവ് ദ പസിൽ എന്നോ അല്ലെങ്കിൽ സോൾവ് ദ റിഡിൽ എന്നൊക്കെ പറഞ്ഞതുപോലെയുള്ള ചോദ്യങ്ങൾ വരും. ലിറ്റിൽ പ്ലാന്റ്സ് സ്ലീപ്പ് ഇൻ മീ, ഫാമേഴ്സ് സോ മീ ഇൻ ദെയർ ഫാം, വാട്ടർ ആൻഡ് സൺലൈറ്റ് ആസ്ക് മീ ടു റൈസ്, ഹു ആം ഐ. ചെറിയ ചെടികൾ എൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങുന്നുണ്ട്, ഫാർമർ എന്നെ അവരുടെ വയലിൽ വിതയ്ക്കുന്നു, വാട്ടറും സൺലൈറ്റും കിട്ടുമ്പോഴാണ് ഞാൻ എഴുന്നേൽക്കുന്നത്, ഞാൻ ആരാണ്? ആൻസർ കിട്ടിയോ? സീഡ് അല്ലേ. അടുത്തത് രണ്ടാമത്തെ ബി, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് പിങ്കള ബിക്കം. ഈ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ട് പിങ്കള എന്താണ് ആകുന്നത് എന്ന് പറയണം. ഹിയർ ഈസ് ദ ക്രൗൺ പ്രിൻസ്, I had given everyone roasted seeds which would never grow. Only this boy is honest. I am sure one day he will rule that kingdom justly. Then the Pingala become kings dash. Pingala കിങ്ങിൻ്റെ എന്താണ് ആകുന്നത്? കിങ്ങിൻ്റെ, കിങ്സ് എന്ന് പറഞ്ഞാൽ കിങ്ങിൻ്റെ, രാജാവിൻ്റെ ആരാകുന്നത്? പിങ്കള. ആ വേർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സക്സസർ അല്ലേ. അപ്പോൾ അവിടെ കോളത്തിൽ സക്സസർ എന്നെഴുതണം. അടുത്തത്, റീഡ് ദ ഫോളോയിങ് പോയം ആൻഡ് ആഡ് മോർ ലൈൻസ്. അത് നിങ്ങൾക്കറിയാം, ആഡിങ് മോർ ലൈൻസ് നിങ്ങൾ ശരിക്കും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇഫ് ഐ വെർ എ ക്യൂൻ ഐ വുഡ് റൂൾ എ മൈറ്റി ലാൻഡ്, ഇഫ് ഐ വെർ എ പ്രിൻസസ്
ഐ വുഡ് ടേക്ക് എ പ്രിൻസസ് ഹാൻഡ്. ഞാനൊരു രാജ്ഞിയായിരുന്നെങ്കിൽ ഞാൻ രാജ്യം ധീരമായിട്ട് ഭരിച്ചേനെ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ക്യൂൻ എന്നുള്ളിടത്ത് നിങ്ങൾക്ക് വേറെ മാറ്റി വേറെ വേർഡ് ചേർത്ത് എഴുതാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കിങ് ചേർത്ത് എഴുതാം, അല്ലെങ്കിൽ ഫാർമർന്നോ ടീച്ചർന്നോ ബേർഡെന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാറ്റി ചേർത്ത് എഴുതാം. ചേർത്ത് എഴുതുമ്പോൾ നെക്സ്റ്റ് സെൻറ്റൻസ് നിങ്ങൾ എഴുതുമ്പോൾ അതിനെ യോജിച്ച് എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. ഉണ്ടോ? ഇഫ് ഐ വേർ എ ക്യൂൻ, ഞാനൊരു രാജ്ഞിയായിരുന്നെങ്കിൽ ഐ വുഡ് റൂൾ എ മൈറ്റി ലാൻഡ്. അപ്പോൾ നമ്മൾ കിങ് ചേർത്ത് എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതാം? ഇഫ് ഐ വേർ എ കിങ്, ഞാനൊരു രാജാവായിരുന്നെങ്കിൽ ഐ വുഡ് റൂൾ എ മൈറ്റി ലാൻഡ് മാറ്റിയിട്ട് നമുക്ക് അവിടെ വേറെ എന്തെങ്കിലും ചേർക്കാം. ഐ വുഡ് റൂൾ ദ കിങ്ഡം ജസ്റ്റ്ലി, അല്ലെങ്കിൽ ഐ വിൽ റൂൾ ദ കിങ്ഡം വൈസ്ലി. അങ്ങനെ നമുക്ക് മാറ്റി എഴുതാം. ഇഫ് ഐ വേർ എ പ്രിൻസസ്, ക്യൂൻ എന്ന് പറഞ്ഞാൽ രാജ്ഞി, പ്രിൻസസ് എന്ന് പറഞ്ഞാൽ രാജകുമാരി. അപ്പോൾ നമ്മളിവിടെ കിങ് ആണ് എഴുതണമെങ്കിൽ നമ്മളിവിടെ പ്രിൻസസ് എന്നുള്ളതിന് പകരം നമുക്ക് എന്തെഴുതാം? പ്രിൻസ് എന്ന് എഴുതാം അല്ലേ, രാജകുമാരൻ. അപ്പോൾ അങ്ങനെ ചേർത്ത് എഴുതുക. ഇനി ഫാർമർ എന്നാണ് നിങ്ങൾ എഴുതിയെങ്കിലോ, ഇഫ് ഐ വേർ എ ഫാർമർ ഐ വുഡ്. അപ്പോൾ അവിടെ റൂൾ എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. ഫാർമർ എന്ന് എഴുതുമ്പോൾ എന്ത് ചെയ്യണം? അവിടെ കൾട്ടിവേറ്റ് എന്ന് എഴുതാൻ പറ്റുള്ളൂ അല്ലേ. ഐ വുഡ് കൾട്ടിവേറ്റ് എ ലോട്ട് ഓഫ് ക്രോപ്സ്, അല്ലെങ്കിൽ ഐ വുഡ് കൾട്ടിവേറ്റ് മെനി വെജിറ്റബിൾസ്. ഇങ്ങനെയൊക്കെ ചേരുന്നത് പോലെ എല്ലാം ചേർത്ത് എഴുതുക. ഇനി അടുത്തത് 14ാമത്തെ ചോദ്യം. ദ കിങ് വിദ്യാധര സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഫോർ ഡാഷ് ഹിസ് ഗാർഡൻ, ഫോർ ടെൻഡിങ് ഹിസ് ഗാർഡൻ. ആ വേർഡിൻ്റെ 2-3 അക്ഷരം തന്നിട്ടുണ്ട്, ബാക്കിയുള്ളതും കൂടെ ചേർത്തിട്ട് അവിടെ എഴുതണം. എന്താ എഴുതേണ്ടത്? ടെൻഡിങ്, TENDING, ടെൻഡിങ് ഹിസ് ഗാർഡൻ. അടുത്തത് മേക്ക് ദ മാച്ചിങ് പെയർസ്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കൾട്ടിവേഷൻ, ഫാർമർ, സീഡ്, സ്പ്രൗട്ട്, ബൊക്കെ, ഫ്ലവർ, പോട്ട്, ക്ലേ. ക്ലേ എന്ന് പറഞ്ഞാൽ എന്താ? കളിമണ്ണ്. കളിമണ്ണ് കൊണ്ടാണ് പോട്ട് ഉണ്ടാക്കുന്നത് അല്ലേ, കുടവും കലവും മൺകുടവും ഒക്കെ ഉണ്ടാക്കുന്നത്. അടുത്തത് സി. ഐവാൻ ബിക്കെയിം ദ കിങ്. വൺ ഡേ ഹി ഹേർഡ് ദ സോങ് ഓഫ് എ നൈറ്റിംഗേൽ. Then he recollected the old memories. What would be his thoughts? Write a conversation between Pingala and his friends. അതോടെ ക്വസ്റ്റ്യൻ മാറിപ്പോയേക്കണതാണ്. തോട്ട്സ് എഴുതാനാണ് പറഞ്ഞേക്കണത്. ഐവാൻ്റെ തോട്ട്സ് എഴുതാനുള്ളതാണ് ചോദ്യം. അത് നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത പാഠത്തിൽ നിന്നുള്ളതാണ്. അടുത്തത് നമുക്ക് 2018 ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 13ാമത്തെ. റീഡ് ദ ഫോളോയിങ് പോയം. റൈറ്റ് ദ ആൻസേഴ്സ് ഗിവൺ ബിലോ. Father, father, where are you going? Oh, do not walk so fast. Speak, father, speak to your little boy, or else I shall be lost. The night was dark, no father was there. The child was wet with dew. The mire was deep, and the child did weep, and away the vapor flew. ഇത് 4ാമത്തെ പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണ്. നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത പാഠത്തിലെയാണ്. അപ്പോൾ ഇങ്ങനെയൊരു മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ടാകുമെന്ന് മാത്രം മനസ്സിലാക്കി വയ്ക്കുക. ഇതിൽ നിന്ന് 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനാണ്. ഇവിടെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താ? ഹൂ ആർ ദ ക്യാരക്ടേഴ്സ് ഇൻ ദി പോയം? ഇതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമ്മൾ കണ്ടുല്ലേ, ഫാദർ ഉണ്ട് അല്ലേ, പിന്നെ ഒരു ചൈൽഡ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? ഫാദർ ആൻഡ് ചൈൽഡ്. ഇനി ബി. വൈ ഡിഡ് ദ ചൈൽഡ് വീപ്പ്? എന്തിനാണ് കുട്ടി കരഞ്ഞത്? ഹി ലോസ്റ്റ് ഹിസ് ഫാദർ. ഫാദറിനെ കാണാതെയായിപ്പോയി, അതുകൊണ്ടാണ് കരഞ്ഞത്. ഹി ലോസ്റ്റ് ഹിസ്
ഫാദർ. ആൻസർ ടീച്ചർ എഴുതി അയച്ചു തരാം. നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത പാഠത്തിലാണ്, അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ര മനസ്സിലാവില്ല. ഇനി ഫൈൻഡ് ഔട്ട് 2 pairs ഓഫ് റൈമിംഗ് വേർഡ്സ്. റൈമിംഗ് വേർഡ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരേപോലെ പ്രൊനൗൺസിയേഷൻ വരുന്ന വേർഡ്സാണ്. ഇവിടെ റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയേ, വായിച്ച് നോക്കിയേ നിങ്ങൾ. ഇവിടെ ഉണ്ടല്ലോ, അതെ, ഡ്യൂ, ഫ്ലൂ ഉണ്ടോ? പിന്നെ വേറെ ഉണ്ടോ? അതിവിടെ ഉണ്ടല്ലോ, ഫാസ്റ്റ്, ലോസ്റ്റ് ഉണ്ടോ? അപ്പോൾ അത് റൈമിംഗ് വേർഡ്സ്, അത് നിങ്ങൾക്ക് അറിയാം റൈമിംഗ് വേർഡ്സ്. വൈ ഡിഡ് ദ ചൈൽഡ് വീപ്പ്? എന്തിനാണ് കുട്ടി കരഞ്ഞത്? നമ്മൾ നേരത്തെ പറഞ്ഞു. റൈമിംഗ് വേർഡ്സ് ഇതാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി അടുത്തത് 14. റൈറ്റ് ദ തോട്ട്സ് ഓഫ് ദ ലോസ്റ്റ് ചൈൽഡ്. തോട്ട്സ് എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ ഏതൊക്കെയോ തോട്ട്സ് എഴുതിയിട്ടുണ്ടല്ലോ, പിങ്കളയുടെ തോട്ട്സ് നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ തോട്ട്സ് എഴുതുമ്പോൾ ഇവിടെ നമുക്ക് ലോസ്റ്റ് ചൈൽഡിൻ്റെ തോട്ട്സാണ്. ആ കുട്ടിയുടെ ഫാദറിനെ കാണാതെയായിപ്പോയി. ആ കുട്ടി എന്തൊക്കെയായിരിക്കും നേരം ആ കുട്ടിയുടെ മനസ്സിൽ കൂടി പോകുന്ന ചിന്തകൾ. അപ്പോൾ അത് ടീച്ചർ നിങ്ങൾക്ക് എഴുതി അയച്ചു തരാം കേട്ടോ. തോട്ട്സ് എഴുതുമ്പോൾ തോട്ട്സ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സാധാരണ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില വേർഡ്സ് ഉണ്ട്. ഓ മൈ ഗോഡ്, വാട്ട് വിൽ ഐ ഡു? എൻ്റെ ദൈവമേ, ഞാനിനി എന്തു ചെയ്യും? ഹൂ വിൽ ഹെൽപ്പ് മീ? ആരെന്നെ സഹായിക്കും? ഇങ്ങനെയുള്ള ചില സെൻറ്റൻസൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കുക. സാധാരണ നമുക്ക് തോട്ട്സ് എഴുതാൻ തരുമ്പോൾ എന്തെങ്കിലും ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിൽ എന്തെങ്കിലും ഒരു പേടിയോ വിഷമോ ഒക്കെ വരുന്ന ഒരു സാഹചര്യമായിരിക്കും നമുക്ക് തോട്ട്സ് എഴുതാനായിട്ട് തരുന്നത്. നമുക്കൊന്നുകിൽ പേടി വരും, അല്ലെങ്കിൽ സങ്കടം വരും, അങ്ങനെയുള്ളൊരു ഇവൻ്റായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ചില സെൻറ്റൻസാണ് ഓ മൈ ഗോഡ്, വാട്ട് വിൽ ഐ ഡു നൗ? ഞാൻ എന്ത് ചെയ്യും? ഹൂ വിൽ ഹെൽപ്പ് മീ? വാട്ട് ക്യാൻ ഐ ഡു? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള സെൻറ്റൻസ് എഴുതുക. അത് ആശ്ചര്യചിഹ്നമൊക്കെ ഇട്ട്, ഓ എന്നൊക്കെ ചേർത്ത് ആശ്ചര്യചിഹ്നമൊക്കെ ഇട്ട് എഴുതണം, എന്നാലേ നല്ല മാർക്ക് കിട്ടുള്ളൂ. അത് കുറച്ച് മിക്കവാറും അത് ഇമോഷണൽ ആയിരിക്കും. നമ്മുടെ തോട്ട്സ് എഴുതുമ്പോൾ അങ്ങനെയായിരിക്കും അതിനുള്ള ഇവൻറ്റ്സ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഈ തോട്ട്സ് ഞാൻ നിങ്ങൾക്ക് എഴുതി അയച്ചു തരാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ വായിച്ച് നോക്കുക, അപ്പോൾ മനസ്സിലാകും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 14 B. ഇമാജിൻ ദാറ്റ് യു ഹാപ്പൻ ടു സീ പിങ്കള അറ്റ് ഹിസ് റോയൽ പ്ലേസ്. വാട്ട് വിൽ ബി യുവർ കോൺവെർസേഷൻ വിത്ത് ഹിം? നിങ്ങൾ പിങ്കള രാജാവായിട്ട് നിങ്ങൾ ആ കൊട്ടാരത്തിൽ വെച്ച് പിങ്കളയെ നിങ്ങൾ മുട്ടുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളും പിങ്കളയും തമ്മിലുള്ള കോൺവെർസേഷൻ എന്തായിരിക്കും? അത് നിങ്ങൾ എന്തൊക്കെയായിരിക്കും നിങ്ങൾ പിങ്കളയോട് ചോദിക്കുന്നത്, എന്തൊക്കെയായിരിക്കും പറയുന്നത്? അത് നിങ്ങൾ തന്നെ ആലോചിച്ച് സ്വന്തമായിട്ട് എഴുതി ടീച്ചർക്ക് അയച്ചു തരണം കേട്ടോ. ഇനി ഇപ്പോൾ നമ്മൾ 3 ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തു അല്ലേ? 3 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തു. ഇനി നമുക്ക് ഒരു പേപ്പർ ബോട്ടിൽ നിന്നുള്ള പാഠത്തിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യനാണ്. 10 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. എന്തൊക്കെ ചോദ്യങ്ങളാണ് നമുക്ക് നോക്കാം. 1, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഓഡ് വൺ എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടത്തിൽപ്പെടാത്തത്, ഒറ്റയായത് ഏതാണെന്ന് കണ്ടുപിടിക്കുക. 5 വേർഡ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാ? സൈറ്റ്, വാച്ച്, പൗണ്ട്സ്, വ്യൂ, ഗെയ്സ്. പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇതിനകത്ത് ഒരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മുടെ കാഴ്ചയുമായിട്ട്, കണ്ണുമായിട്ട് ബന്ധപ്പെട്ട വേർഡ്സാണ്. ഒരെണ്ണം മാത്രമേ വ്യത്യാസമുള്ളൂ. ഏതാ അത്? പൗണ്ട്സ്. അതാണ് ഇതിനകത്ത് ഇവിടെ ആൻസർ എന്ന് പറഞ്ഞൊരു കോളം കണ്ടോ, അവിടെ എഴുതേണ്ടത് പൗണ്ട്സ്. അതാണ് അടുത്തത്. 2ാമത്തെ ചോദ്യം. അന്ന ആൻഡ് ഫാറ്റ് ബോയ് ബിക്കെയിം ഫ്രണ്ട്സ്. One day they went to the seashore with the aunt Arundhati. It was a nice evening. Describe the scene with the help of the hints given. ഇവിടെ ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ്. അന്നയും ഫാറ്റ് ബോയും ആൻറ്റിയും കൂടെ ഒരു ദിവസം കടൽ തീരത്ത് പോയി അവിടെ വളരെ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടു ഒരു വൈകുന്നേരം. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് അവർ കണ്ടത്?
നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ എഴുതാനായിട്ട് കുറച്ച് ക്ലൂ ഇവിടെ തന്നിട്ടുണ്ട്, കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. ചിൽഡ്രൻ, ബേർഡ്സ്, സൺസെറ്റ്, പ്ലേയിങ്, ഫിഷർമാൻ, ബോട്ട്സ്, സെയിലിംഗ്, ഫ്ലൈയിങ്, ഗ്രൗണ്ട് നട്ട് സെല്ലർ. ഗ്രൗണ്ട് നട്ട് സെല്ലർ എന്ന് പറഞ്ഞാൽ കപ്പലണ്ടി വിൽപ്പനക്കാരൻ. ഇതൊക്കെ കടൽ തീരത്ത് കാണുന്ന കാഴ്ചകളാണ്. ഈ വേർഡ്സ് എല്ലാം വെച്ച് നിങ്ങൾ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കണം. ഇത് നിങ്ങൾ തന്നെ എഴുതി ടീച്ചർക്ക് അയച്ചു തരണം. ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ടീച്ചർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എല്ലാം എഴുതി ഈ ഡിസ്ക്രിപ്ഷൻ ടീച്ചർക്ക് ഗ്രൂപ്പിൽ നിങ്ങൾ അയച്ചു തരണം കേട്ടോ. നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണിത്. അടുത്തത് ഹൂ ആം ഐ, ഒരു റിഡിലാണ്. ദർ ഈസ് എ ഷിപ്പ് ഇൻ മൈ നെയിം. എൻ്റെ പേരിൽ ഷിപ്പ് ഉണ്ട്. ഷിപ്പ് എന്ന് പറയുന്ന വാക്ക്, ഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, കപ്പൽ. അതുണ്ട് എൻ്റെ പേരിൽ. ബട്ട് ഐ ആം നോട്ട് എ ഷിപ്പ്. പക്ഷേ ഞാനൊരു കപ്പലല്ല. എൻ്റെ പേരിൽ ഷിപ്പുണ്ട്, പക്ഷേ ഞാൻ ഷിപ്പല്ല. ആൻഡ് ഐ വിൽ നോട്ട് സിങ്ക്. ഞാൻ മുങ്ങിപ്പോകുമില്ല. ഐ ആം എ 10 letter വേർഡ്. 10 അക്ഷരമുള്ളൊരു വേർഡാണ് ഹൂ ആം ഐ. അപ്പോൾ ഷിപ്പൊന്നുണ്ട് വേർഡിൽ, അത് ഷിപ്പല്ല. നിങ്ങളുടെ മനസ്സിലേക്ക് വന്നോ? 10 അക്ഷരമുള്ള ഒരു വേർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അന്നയുടെ പാഠത്തിൽ. ഏതാ? ഫ്രണ്ട്ഷിപ്പ് അല്ലേ? അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എന്നാണ് അവിടെ എഴുതേണ്ടത്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ. റീഅറേഞ്ച് ദ ഗിവൺ വേർഡ്സ് ആൻഡ് റൈറ്റ് ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ബിലോ. ദ ബോയ് ഈസ് സോ റൂഡ്. വൈ ഡിഡ് അന്ന സേ സോ? ദ ബോയ് ഈസ് സോ റൂഡ്. ആ കുട്ടി ഭയങ്കര പരുക്കനായ ഒരു കുട്ടിയാണ്, ഒരു മര്യാദയില്ലാത്ത കുട്ടിയാണ്. വൈ ഡിഡ് അന്ന സേ സോ? എന്തുകൊണ്ടാണ് അന്ന അങ്ങനെ പറഞ്ഞത്? അതിൻ്റെ ആൻസറാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. ആൻസർ എഴുതാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ക്ലൂ തന്നിട്ടുണ്ട് റൈറ്റ് സൈഡിൽ. കണ്ടോ? അത് ഇവിടെ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. കുറച്ച് വേർഡ്സ് അവിടെ ക്രമം തെറ്റിച്ച് തന്നിട്ടുണ്ട്. അത് ക്രമത്തിലാക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. കിട്ടണുണ്ടോ? ഹീ ബോട്ട് ഹെർ ഓവർടേൺഡ്. കിട്ടിയോ? ഹീ ഓവർടേൺഡ് ഹെർ ബോട്ട്. ഹീ ഓവർടേൺഡ് ഹെർ ബോട്ട്. അവളുടെ ബോട്ട് മറിച്ചിട്ടു. അതുകൊണ്ടാണ് ദ ബോയ് ഈസ് സോ റൂഡ് എന്ന് തന്നെ പറഞ്ഞത്. ഹീ ഓവർടേൺഡ് ഹെർ ബോട്ട്. അവൻ അവളുടെ ബോട്ട് മറിച്ചിട്ടു എന്നാണ് അവിടെ എഴുതേണ്ടത്. 5ാമത്തെ ക്വസ്റ്റ്യൻ. അരുന്ധതി, അന്ന ആൻഡ് ദ ഫാറ്റ് ബോയ് സ്പെൻഡ് ദെയർ ഈവനിങ് അറ്റ് സീഷോർ വാച്ചിങ് ദ ബ്യൂട്ടിഫുൾ സൈറ്റ്സ് ആൻഡ് ലോഞ്ചിങ് ഹെർ പേപ്പർ ബോട്ട്സ്. അന്നയും ബോയും അരുന്ധതിയും കൂടെ സീഷോറിൽ പോയി എന്ന് നമ്മൾ നേരത്തെ കണ്ടു അല്ലേ? നമ്മൾ നേരത്തെ ഡിസ്ക്രിപ്ഷൻ എഴുതാൻ പറഞ്ഞു. ഇനി അവരെ കാഴ്ചകളെല്ലാം കണ്ടു, മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടു. അവിടെ പേപ്പർ ബോട്ടൊക്കെ അവർ വെള്ളത്തിൽ ഒഴുക്കി. ദേ വർ വെരി ഹാപ്പി. സന്തോഷമായി. ദേ റീച്ച്ഡ് ഹോം ലേറ്റ്. വളരെ വൈകിയാണ് വീട്ടിൽ വന്നത്. ലേറ്റ് എന്ന് പറഞ്ഞാൽ വൈകി. അന്ന റിമെമ്പേഴ്സ് ദ വോൾ ഇവൻറ്റ്സ് ഓഫ് ദ ഡേ. അന്നത്തെ സംഭവങ്ങളെല്ലാം അന്ന ഓർത്തു. ഷീ സ്റ്റാർട്ട്സ് ടു റൈറ്റ് ഹെർ ഡയറി. റൈറ്റ് ദ ഡയറി. അന്നയുടെ ഡയറി കുറിപ്പ് എഴുതാനാണ്. അന്ന് കടൽ തീരത്തൊക്കെ പോയി വന്ന ദിവസം അന്ന ഡയറി എഴുതിയാൽ എന്തൊക്കെയായിരിക്കും അന്ന ഡയറിയിൽ എഴുതുക? ഡയറി എഴുതുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് ടീച്ചർ ആദ്യം ഇട്ട ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഡയറി എഴുതിയത് അയച്ചും തന്നിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ട് അന്ന അന്ന് എഴുതിയ ഡയറി കുറിപ്പ് നിങ്ങൾ തന്നെ എഴുതുക. മനസ്സിലായോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യാനുണ്ട്? ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ തന്നെ എഴുതണം. അന്നയുടെ ഡയറി നിങ്ങൾ തന്നെ എഴുതണം. പിന്നെ നേരത്തെ ഇതിനു മുമ്പ് പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരെണ്ണം തന്നെ എഴുതാനുണ്ട്. പിങ്കളയും നിങ്ങളും തമ്മിൽ കണ്ടുമുട്ടിയാൽ നിങ്ങൾ തമ്മിലുള്ള ഒരു സംഭാഷണം, അതും നിങ്ങൾ തന്നെ എഴുതുക. ഇത് 3 എണ്ണം നിങ്ങൾ തന്നെ എഴുതി ടീച്ചർക്ക് LSS ഗ്രൂപ്പിൽ അയച്ചു തരണം എല്ലാവരും. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി ഒന്ന് നോക്കിയേ. അറേഞ്ച് ഇൻ ആൽഫബറ്റിക് ഓർഡർ. 4 വേർഡ്സ് തന്നിട്ടുണ്ട്. ആൽഫബറ്റിക് ഓർഡറിൽ എഴുതാൻ. സ്വിഫ്റ്റ്ലി, ലോഞ്ച്ഡ്, സ്പ്ലാഷ്ഡ്, പൗട്ടഡ്. നിങ്ങൾ പഠിച്ചിട്ടുള്ള വേർഡ്സ് തന്നെയാണ്. ആൽഫബറ്റിക് ഓർഡറിൽ എഴുതണത് എങ്ങനെയാണ്? ABCD എന്നുള്ള 26 അക്ഷരങ്ങളാണ് ആൽഫബറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ആൽഫബറ്റിക് ഓർഡറിൽ എഴുതുമ്പോൾ AH ഉള്ള അക്ഷരം ഉണ്ടെങ്കിൽ ആദ്യം എഴുതണം, പിന്നെ B ഉണ്ടെങ്കിൽ അത് എഴുതണം. അങ്ങനെ ആ ഓർഡറിലാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതി വരുമ്പോൾ നമുക്ക് ഏതായിരിക്കും ആദ്യം എഴുതാൻ പറ്റുന്നത്? ABCDEFGHIJKLMNOP. L കഴിഞ്ഞിട്ടാണ് P വന്നത് അല്ലേ?
അപ്പോൾ നമ്മൾ ആദ്യം ഏതെഴുതും? ആദ്യം നമുക്ക് ഏതെഴുതാം? ലോഞ്ച്ഡ് എഴുതാം. ആദ്യം ലോഞ്ച്ഡ് എഴുതാം. അത് കഴിയുമ്പോൾ പൗട്ടഡ് എഴുതാം. പിന്നെ 2 എണ്ണം എസ് വെച്ചിട്ടാണ് 2 എണ്ണം വന്നിരിക്കുന്നത്. സ്വിഫ്റ്റ്ലി സ്പ്ലാഷ്ഡ്. അപ്പോൾ 2 എണ്ണം എസ് വെച്ചിട്ടാകുമ്പോൾ നമ്മൾ ആദ്യം ഏതെഴുതും? എങ്ങനെയാണ് അറിയാൻ പറ്റുക ആദ്യം ഏതെഴുതണ്ടേന്ന്? അപ്പോൾ നമ്മൾ എസ് ആണ് ആദ്യത്തെ അക്ഷരമെങ്കിൽ അടുത്ത അക്ഷരം നോക്കുക. സ്വിഫ്റ്റ്ലി വരുമ്പോൾ എസ് കഴിഞ്ഞ് ഡബ്ല്യു ആണ് വരുന്നത്. സ്പ്ലാഷ്ഡ് വരുമ്പോൾ എസ് കഴിഞ്ഞ് പി ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ അക്ഷരത്തിൽ ഏതാണ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം വന്നതെന്ന് നോക്കുക. അപ്പോൾ പി കഴിഞ്ഞിട്ടാണ് ഡബ്ല്യു വന്നത്. അപ്പോൾ സ്പ്ലാഷ്ഡ് നമ്മൾ എഴുതുക ആദ്യം, സ്പ്ലാഷ്ഡ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്വിഫ്റ്റ്ലി എഴുതുക. ഇങ്ങനെയാണ് ആൽഫബറ്റിക് ഓർഡറിൽ എഴുതുമ്പോൾ നമ്മൾ നോക്കി എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി കാണിക്കുകയാണ് നിങ്ങളെ. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, മോഡൽ ക്വസ്റ്റ്യൻ ആണ്. പേപ്പർ ബോട്ടിൽ നിന്ന് തന്നെ വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ആൻസർ ദ റിഡിൽ ഗിവൺ ബിലോ. All children like me. Children make me with sheets of paper. They love to float me in the stream. I sail through the stream. Who am I? നമ്മൾ നേരത്തെ ആൻസർ ചെയ്തിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കണ്ടിട്ടുണ്ട്. ആൻസർ പേപ്പർ ബോട്ട്. അടുത്തത്, ചൂസ് ദ കറക്റ്റ് വേർഡ് ഫ്രം ദ ബ്രാക്കറ്റ്സ്. ദ ബോയ് ലുക്ക്ഡ് ഡാഷ് അന്ന ക്യൂരിയസ്ലി. ദ ബോയ് ലുക്ക്ഡ് അറ്റ് എന്നാണോ ദ ബോയ് ലുക്ക്ഡ് ഓൺ എന്നാണോ എഴുതേണ്ടത്? ഏതാണ് ഇവിടെ ശരി? ദ ബോയ് ലുക്ക്ഡ് അറ്റ് അന്ന. ദ ബോയ് ലുക്ക്ഡ് അറ്റ് അന്ന. അറ്റാണ് അവിടെ ചേർത്ത് എഴുതേണ്ടത്. ഇതുപോലെയുള്ള സെൻറ്റൻസ് നിങ്ങളുടെ പാഠത്തിലുണ്ട്. അന്ന ലുക്ക്ഡ് അറ്റ്, അന്ന സ്റ്റേഡ് അറ്റ് ദ ബോയ്, അല്ലേ? സ്റ്റേഡ് അറ്റ്, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്തത് കോൺവെർസേഷനാണ്. അന്ന റിട്ടേൺഡ് ഹോം ആഫ്റ്റർ പ്ലേയിങ് വിത്ത് ദ ഫാറ്റ് ബോയ്. ഷി വാസ് ഹാപ്പി. Her aunt Arundhati asked her what happened. Conversation between them. അന്ന ഫാറ്റ് ബോയുമായിട്ട് കളിച്ച് വീട്ടിൽ വന്നപ്പോൾ അവൾ വളരെ സന്തോഷമായിരുന്നു. അന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ആൻറ്റി അവളോട് ചോദിച്ചു. അപ്പോൾ ആൻറ്റ് അരുന്ധതിയും അന്നയും തമ്മിലുള്ള സംഭാഷണം, കോൺവെർസേഷൻ, അത് നിങ്ങൾ തന്നെ എഴുതി നോക്കുക. തന്നെ എഴുതി ടീച്ചർക്ക് അയച്ചു തരിക. അടുത്തത്, ആഡ് മോർ ലൈൻസ്. യു ക്യാൻ യൂസ് ദ ഗിവൺ ക്ലൂസ്. അവിടെ 4 വരി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എഴുതാനായിട്ട് ഇവിടെ കുറേ ക്ലൂ അവിടെ ആ കോളത്തിനുള്ളിൽ തന്നിട്ടുണ്ട്. അതെല്ലാം വായിച്ച് നോക്കി നിങ്ങൾ 4-8 വരി പോയം എഴുതി നോക്കുക. അതും ടീച്ചർക്ക് അയച്ചു തരിക. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ, മേക്ക് ദ മാച്ചിങ് പെയർസ്. ഹി, ഷീ, ഇറ്റ്. അപ്പോൾ ഒന്ന് നോക്കിയേ. ഹി, അതിന് ചേരുന്നത് ഈ റൈറ്റ് സൈഡിൽ ഏതാ ചേരുന്നതെന്നൊന്ന് കണ്ടുപിടിച്ചേ. ഫാറ്റ് ബോയ്, പേപ്പർ ബോട്ട്, അന്ന. ഏതാ ചേരുന്നത്? ഹി എന്ന് പറയുമ്പോൾ അവൻ, അവൻ എന്ന് പറയുമ്പോൾ ഏതാ? ഫാറ്റ് ബോയ് തന്നെയാണ്, നേരെ തന്നെയാണ് കിടക്കണത് എൻ്റെ ആൻസർ. അടുത്തത് ഷീ അവൾ, അവൾ എന്ന് പറയുമ്പോൾ അന്ന. ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറയുമ്പോൾ ഒരു സാധനമാണ്, ഒരു ജീവനുള്ള സാധനമല്ല. ഇറ്റെന്ന് നമ്മൾ ജീവനുള്ളതിന് ആണുങ്ങൾക്കാണെങ്കിൽ ഹീന്നും പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഷീ എന്നും പറയും, അല്ലേ? ഇറ്റ് ജീവനുള്ള ഒരു സാധനം ആണെങ്കിൽ ഇറ്റെന്ന് പറയില്ല. അപ്പോൾ ഇവിടെ പേപ്പർ ബോട്ടാണ്, ജീവനില്ലാത്തൊരു സാധനമാണ് ഇറ്റ്, ഇത്. അടുത്ത 6ാമത്തെ, ഫിൽ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ലെറ്റേഴ്സ്. ആൻഡ് അന്നാസ് ആൻഡ് അരുന്ധതി വാസ് സിറ്റിംഗ് ഇൻ ആൻ ആം ചെയർ. അത് നമ്മൾ പഠിച്ചിട്ടുള്ള വേർഡാണ്, സിറ്റിംഗ് ഇൻ ആൻ ആം ചെയർ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ.